ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 2026 എന്ന പുതിയ വർഷത്തിലേക്ക് നാം എല്ലാവരും പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും പുതുവത്സരാശംസകൾ ഏറ്റവും ഹൃദ്യമായി നേരുന്നു. ഓരോ പുതുവർഷവും നമ്മെ പലതും ഓർമ്മിപ്പിക്കുന്നുണ്ട്. നാം ഇപ്പോഴും ഇവിടെയുണ്ട്. നമ്മുടെ പ്രവർത്തന പദ്ധതികളുമായി പുതിയ പുതിയ അറിവുകൾ നേടിക്കൊണ്ട് പുതിയ നേട്ടങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട് എന്നതിന് തെളിവാണ് നാം കാണുന്ന ഓരോ പുതിയ പ്രഭാതങ്ങളും. ദൈവം നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദിയുള്ളവരാകാം. 2025 അവസാനവും 2026 ആരംഭവും കാണുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. കഴിഞ്ഞ വർഷം നമ്മുടെ ലൈഫിൽ നാം പല ജീവിതാനുഭവങ്ങളിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. അവയിൽ നമുക്ക് സന്തോഷം പകർന്നു നൽകുന്നവയുണ്ട്. അതേസമയം ദുഃഖകരമായ ലൈഫ് എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട്. നമ്മിൽ പലരുടെയും ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ ഒക്കെ ഈ കാലയളവിനുള്ളിൽ സഫലമായിട്ടുണ്ട്. എന്നാൽ ചിലരുടെയെങ്കിലും സ്വപ്നങ്ങൾ ഫലമണിയുവാൻ സമയം ആയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ പുതുവർഷത്തിൽ പ്രകൃതി നമ്മോട് മന്ത്രിക്കുന്നത് ഇപ്രകാരമാണ്: കീപ് ട്രൈയിങ്, കീപ് ട്രൈയിങ്, ട്രൈ എഗെയിൻ, യു വിൽ സക്സീഡ്. ഇത് നടപ്പിലാക്കി മഹത്തായ നേട്ടം സ്വന്തമാക്കിയ ഒരു വ്യക്തിയെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ശ്രീലങ്കൻ ക്രിക്കറ്ററായിരുന്ന മർവൻ അട്ടപ്പട്ടുവിനെ നമുക്കെല്ലാവർക്കും അറിയാം. ദീർഘനാൾ നീണ്ട കഠിന പരിശ്രമങ്ങളിലൂടെ ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് അദ്ദേഹം ശ്രീലങ്കൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിച്ചു. വളരെയേറെ പ്രതീക്ഷകളോടെ തൻ്റെ ആദ്യ ഇൻ്റർനാഷണൽ മത്സരം കളിക്കുവാൻ അദ്ദേഹം ഗ്രൗണ്ടിലെത്തി. ബാറ്റ് ചെയ്യുവാൻ ക്രീസിലെത്തിച്ചേർന്ന അദ്ദേഹത്തെ നിർഭാഗ്യം പിടികൂടി. ആദ്യ ഇന്നിങ്സിലും രണ്ടാം ഇന്നിങ്സിലും ഡക്ക് ആയി അദ്ദേഹം പുറത്തുപോയി. ആ മത്സരത്തിന് ശേഷം അദ്ദേഹം ശ്രീലങ്കൻ ടീമിൽ നിന്നും പുറത്താക്കപ്പെട്ടു. കാരണം പ്രതിഭാശാലികളായ ധാരാളം പേർ ടീമിൽ ഇടം പിടിക്കുവാൻ കാത്തു നിൽക്കുന്നു. പക്ഷേ അദ്ദേഹം നിരാശനായില്ല. തൻ്റെ സ്വപ്നമായിരുന്ന ക്രിക്കറ്റിനെ ഉപേക്ഷിച്ചു പോകാൻ അദ്ദേഹം തയ്യാറായില്ല. തൻ്റെ പരിശീലനങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ച് 21 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ശ്രീലങ്കൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിച്ചു. ഇത്തവണ അദ്ദേഹം മത്സരത്തിനിറങ്ങി. ആദ്യ ഇന്നിങ്സിൽ ഒരു റണ്ണ് എടുക്കുവാൻ സാധിച്ചില്ല. രണ്ടാം ഇന്നിങ്സിൽ കേവലം ഒരു റണ്ണ് മാത്രമാണ് അദ്ദേഹത്തിന് നേടുവാൻ സാധിച്ചത്. വീണ്ടും ടീമിൽ നിന്നും പുറത്തായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് മടുത്തില്ല, നിരാശനായില്ല. വീണ്ടും തൻ്റെ പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. 17 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് വീണ്ടും ഒരു ചാൻസ് ലഭിച്ചു. ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിലേക്ക് തിരികെ എത്തി. പക്ഷേ ഇത്തവണയും നിരാശയായിരുന്നു ഫലം. 2 ഇന്നിങ്സിലും റണ്ണൊന്നും എടുക്കുവാൻ സാധിക്കാതെ അദ്ദേഹം പുറത്തായി. വീണ്ടും ടീമിൽ നിന്നും ഔട്ട്. അദ്ദേഹം പിന്തിരിഞ്ഞില്ല. തൻ്റെ പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു, തൻ്റെ പ്രാക്ടീസ് തുടർന്നുകൊണ്ടിരുന്നു. 3 വർഷക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം അദ്ദേഹത്തിന് വീണ്ടും ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിൽ ഇടം ലഭിച്ചു. പക്ഷേ ഇത്തവണ ചരിത്രം അദ്ദേഹത്തിന് വഴിമാറി. അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്നും റണ്ണുകൾ ഒഴുകുവാൻ തുടങ്ങി. ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിൻ്റെ അവിഭാജ്യ ഘടകമായി തീർന്ന അദ്ദേഹം 16 സെഞ്ചുറികൾ, ഡബിൾ സെഞ്ചുറികൾ അടക്കം 5000-ലേറെ റൺസുകൾ തൻ്റെ രാജ്യത്തിന് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം നേടിയെടുത്തു. എന്ന് മാത്രമല്ല, അദ്ദേഹം ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനുമായി തീർന്നു. ഇൻ്റർനാഷണൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ തൻ്റെ രണ്ടാമത്തെ റണ്ണ് നേടിയെടുക്കുന്നതിനായി 6 വർഷത്തിലേറെ കാത്തിരിക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. പക്ഷേ അപ്പോഴൊന്നും അദ്ദേഹം നിരാശനായില്ല. തൻ്റെ പ്രതീക്ഷകൾ കൈവിട്ടില്ല. പരിശീലനങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു, പ്രയത്നങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. നീണ്ട 6 വർഷക്കാലം പരിശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്തുകൊണ്ട് മറ്റാരാണെങ്കിലും മനസ്സുമടുത്ത് പിന്തിരിയുന്ന സാഹചര്യങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. പക്ഷെ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മനസ്സ് മടുത്തില്ല. നിരാശയ്ക്ക് അടിമപ്പെട്ട് തൻ്റെ ഉദ്യമങ്ങളിൽ നിന്നും തൻ്റെ സ്വപ്നത്തിൽ നിന്നും പിന്തിരിയുവാൻ അദ്ദേഹം തയ്യാറായില്ല. വിന്നേഴ്സ് ആകുന്നവർ ഓർഡിനറി പീപ്പിളാണ്. പക്ഷേ അവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണത്? അവർക്കെല്ലാം എക്സ്ട്രാ ഓർഡിനറി ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കും. നമുക്കും ഇത്തരം വ്യക്തികളെ മാതൃകയാക്കാം. നമ്മുടെ പരിശ്രമങ്ങൾ ആദ്യഘട്ടങ്ങളിൽ ഫലം തരുന്നില്ലായിരിക്കാം. എങ്കിലും നിശ്ചയദാർഢ്യത്തോടെ നമ്മുടെ പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കാം. പരിശ്രമികളെയാണ് ഭാഗ്യം കടാക്ഷിക്കുന്നത്. പരിശ്രമികളെയാണ് ദൈവവും അനുഗ്രഹിക്കുന്നത്. 2026 നമ്മുടെ ഒരു ഉറച്ച തീരുമാനവും ഇതായിരിക്കട്ടെ: പരാജയങ്ങളിൽ, തിരിച്ചടികളിൽ തളരാതെ ഞാൻ പോരാടും. എൻ്റെ പരിശ്രമങ്ങൾ ഞാൻ ഒരിക്കലും വേണ്ടെന്ന് വെക്കില്ല. വിജയം വരെയും പരിശ്രമിക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് ഈ പുതുവർഷം നമുക്ക് ശുഭപ്രതീക്ഷകളോടെ, ശുഭചിന്തകളോടെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ വെളിച്ചം പകർന്നു നൽകിയിട്ടുള്ളവർ, സന്തോഷം പകർന്നു നൽകിയിട്ടുള്ളവർ, സഹായങ്ങൾ
പ്രോത്സാഹനങ്ങൾ നൽകിയിട്ടുള്ളവർ എല്ലാവരെയും നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ കൃതജ്ഞതയോടെ സ്മരിക്കാം. 2026 വർഷം എല്ലാവർക്കും സന്തോഷം നിറഞ്ഞതാകട്ടെ, ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനവും നിറഞ്ഞതാകട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.